അദ്ദേഹത്തിന്റെ ഉസ്താദ് നേരെ എവിടെ മുട്ടണം? എവിടെ ചെല്ലണം? നേരെ മണഞ്ചേരി ടൗണിലോ എവിടെ ചെല്ലണം? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തണം. അതാണ് പരമ്പര, സിൽസില. അതാണ്. അങ്ങനെ എത്തുന്നില്ലയോ, അവൻ മുസ്ലിയാരല്ല. അവൻ പറയുന്ന ഇൽമ നമ്മൾ പിടിക്കുകയും വേണ്ട. ഇൽമ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ശറഹുൽ മുഹദ്ദബയിൽ, അഥവാ ബഹുമാനപ്പെട്ടവർ മജ്മൂ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയിൽ കൊണ്ടുവന്ന ഒരു വാക്യമുണ്ട്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബ്. കിതാബിന്റെ ഉള്ളറകളിൽ നിന്ന് നിങ്ങൾ സ്വയം നേടിയെടുക്കുന്നതല്ല അറിവ്. പിന്നെ എവിടുന്ന് നിങ്ങൾ ഇൽമിനെ പഠിക്കണം? ഉസ്താദുമാരുടെ വായകളിൽ നിന്ന്. അവരെങ്ങനെ അർത്ഥം വെച്ച് തരും? ഖുർആൻ അർത്ഥം വെച്ച് തരും. അത് നിങ്ങൾ പഠിച്ചെടുക്കണം. അതിന് നമ്മൾ എവിടെ പോകണം? സാലിഹായ ഉസ്താദിന്റെ അടുക്കൽ പോകണം. ഇൽമ തേടാൻ സാലിഹീങ്ങളെ തേടിയെത്തണം. നമ്മുടെ മദ്രസയിൽ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അക്ഷരമാലകൾ, അതിന് വ്യത്യാസമില്ല, കൃത്യമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ദറസിൽ മുദരിസമാർ, നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, മുദരിസമാർ എന്ത് മസലകൾ ചോദിച്ചാലും നമുക്ക് പകർന്നു നൽകുന്ന ഇൽമുള്ള നല്ല സമുന്നതരായ ആലിമീങ്ങൾ നമുക്ക് ഇന്നുമുണ്ടല്ലോ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉറക്കെ പറയും, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഖത്തീബുമാരുണ്ട്, നല്ല രീതിയിൽ ഇൽമുള്ള ഖത്തീബുമാർ. അവർ നമുക്ക് പകർന്നു നൽകുന്ന ഖുർആനികമാകുന്ന ഇൽമ് അവരുടെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ്. അവരുടെ ഉസ്താദുമാർക്ക് എവിടെ നിന്ന് കിട്ടി? അവരുടെ ഉസ്താദുമാരിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് അയിമ്മത്തുകളിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇമാമുന ഷാഫി റളിയല്ലാഹുവിനെ പോലെയുള്ള മഹത്തുക്കളാകുന്ന ആലിമികൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടി. ആ ഗ്രന്ഥം ക്രോഡീകരിക്കത്തക്ക ഇൽമ അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് ബഹുമാനപ്പെട്ടതാകുന്ന താബിഈങ്ങളിൽ നിന്ന് കിട്ടി. സ്വഹാബത്തിന്റെ ശിഷ്യന്മാരിൽ നിന്ന് കിട്ടി. ആ ശിഷ്യന്മാർക്ക് എവിടെ നിന്ന് കിട്ടി? സ്വഹാബത്തിൽ നിന്ന് കിട്ടി. സ്വഹാബത്തിന് എവിടെ നിന്ന് കിട്ടി? മുത്തുനബിയിൽ നിന്ന് കിട്ടി. മുത്തുനബിക്ക് എവിടെ നിന്ന് കിട്ടി? അള്ളാഹു കൊടുത്ത ഇൽമിൽ നിന്ന്. ഇങ്ങനെ വരണം. അതാണ് പരമ്പര, സിൽസില. അതാണ്, ചെറിയ കാര്യമല്ല. ഈ ഹിദായത്ത് കിട്ടാനാണ് നമ്മളൊക്കെ ചോദിക്കുന്നത്. ഇതാണ്, ഇതിനു വേണ്ടിയാണ് നമ്മളൊക്കെ യാചിക്കുന്നത്, അല്ലേ? സൂറത്തുൽ ഫാത്തിഹ എന്താണ്? ഫാത്തിഹ എന്താ? ഹിദായത്ത് ചോദിക്കല്ല, വേറൊന്നുമല്ല. ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹ സൂറത്ത് അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. فاتحة. فاتحة سورة ഒരു ദുആ ഉണ്ട്. ഏതാണ് ആ ദുആ? ദുആ തുടങ്ങുന്നത് എവിടെയാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ദുആ. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറുത് തൻസീൽ വഅസ്റാറുത് തഅവീൽ മഹത്തായ തഫ്സീർ ബൈളാവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഫാത്തിഹ സൂറത്തിന് ധാരാളം നാമങ്ങളുണ്ട്. അതിലൊരു പേരാണ് സൂറത്തുൽ ഫാത്തിഹ. അതിലൊരു പേരാണ് സൂറത്തുൽ ഖുർആൻ. അതിലൊരു പേരാണ് സൂറത്തുദ് ദുആ. പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഈ സൂറത്തിനൊരു പേരുണ്ട്. ഇതിന്റെ പേര് സൂറത്തുദ് ദുആ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന പേരുണ്ട്. ഏത് സൂറത്തിന്? ഫാത്തിഹ. ഫാത്തിഹ എന്ന് മനസ്സിലായി? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലോക്കലല്ല ഫാത്തിഹ. എല്ലാ രോഗങ്ങളും ശമനമാകും. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ഫാത്തിഹ വിശദീകരിച്ചെടുത്തിട്ട് തന്നെ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഏത് ഹദീസ്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ.
പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമ സൂക്തമായ ഫാത്തിഹ ഇല്ലയോ, ആ ഫാത്തിഹ സൂറത്ത് ഓതിക്കോ സഹോദരാ. രോഗശമനമാണ്, ശമനമാണ്. മാരകമാകുന്ന ക്യാൻസർ രോഗമുണ്ടോ ഉസ്താദേ, വിഷമിക്കേണ്ട പെങ്ങളെ, ഫാത്തിഹ സൂറത്ത് ശമനമാണ്. ആരാണിത് പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. ഏതൊക്കെ രോഗമുണ്ടോ പരിപൂർണമായ ശമനം ഫാത്തിഹയിലുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഓതേണ്ടതുപോലെ ഓതണം, മനസ്സിലാക്കി ഓതണം, ഹൃദയത്തിൽ സാന്നിധ്യം അറിയിപ്പിച്ച് ഓതണം. ഇങ്ങനെ ഒരു കഴിവ് അതിനുണ്ട് എന്ന് മനസ്സിലാക്കി ഓതണം. ഇത് അല്ല ഏത് ഫാത്തിഹയെ കുറിച്ച് ഉസ്താദ് പറയുന്നത്, നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹയെ കുറിച്ച് എന്നെ ഈ പറയുന്നത്, വേറൊന്നുമല്ല. ഇത് ആര് പഠിപ്പിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി. നമുക്ക് ഗംഗാധരം പറയുന്നതാണ് വലിയ വിഷയം. നല്ല ഡോക്ടർ, അല്ലാഹു കാഫിയത്ത് കൊടുക്കട്ടെ, അവരുള്ളതുകൊണ്ട് പലർക്കും രോഗശമനം വന്നു. നമുക്ക് അവർ പറയുന്നതാണ് ക്യാൻസർ രോഗത്തിന് മൂപ്പര് പറയാണ് ഇന്ന മരുന്ന് കഴിച്ചോ, ഇന്നത് അത് ഭയങ്കരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഏത് രോഗം വന്നാലും ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി നല്ലൊരു സൂക്തമാണ്. അതിലാകെയുള്ള ദുആ ഏതാണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ഇതാണ് ദുആ. വേറൊന്നും ദുആ ഇല്ല അവിടെ, മനസ്സിലാക്കണം. ഫാത്തിഹ ഓതി നോക്ക്, വേറെ എവിടെ ദുആ ഉള്ളൂ? ഒന്നുമില്ല. പക്ഷെ ഈ ഒരു ആയത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഈ സൂക്തത്തിന് എന്ത് പേരുണ്ട്? ഈ സൂക്തത്തിന് മൊത്തത്തിൽ അദ്ദേഹം പേര് കൊടുത്തു സൂറത്ത് ദുആഇ. ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഏതാ പ്രാർത്ഥന? ഇതാണ്. ഈ പ്രാർത്ഥന ഏതാണത്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിദായത്ത് ചോദിക്കാൻ, ഹിദായത്ത്. പക്ഷെ ശ്രദ്ധിക്കണേ, ഇനി അടുത്ത പറയുന്നു നമ്മൾ ഏത് മദ്ഹബാണ്? ഷാഫി മദ്ഹബാൻ അല്ലേ? ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. എല്ലാ മദ്ഹബിന്റെ അയിമ്മത്തുകൾക്കും അല്ലാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഉറക്കാമ്യം പറയണം, അല്ലെ ഞാൻ വേഗം നിർത്തും. നിങ്ങൾക്കൊരു ആവേശം ഫായിദില്ലല്ലോ. നാളെ മറ്റന്നാളൊക്കെ എനിക്ക് പ്രസംഗം ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടൂല, വേഗം നിർത്തും. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ഇമാമുന ഷാഫി റളിയല്ലാഹു തആല നിസ്സാരക്കാരനല്ലല്ലോ. അവരുടെ മദ്ഹബിന്റെ അനുയായികളാകുന്ന നമ്മളോട് പ്രത്യേകമായി ഉലമാക്കൾ പറഞ്ഞു, മുത്തുനബി പഠിച്ച ഒരു ഹദീസാണ് നമുക്ക് ബലം. എന്താണത്? ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. നിസ്കാരമില്ല. നിസ്കാരത്തിൽ എന്ത് വേണം? ഫാത്തിഹ നിർബന്ധമാണ്, എല്ലാ റക്അത്തുകളിലും വേണം. ഇവിടെ ശ്രദ്ധിക്കണേ, പെണ്ണുങ്ങളെ ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കും. കൈ കെട്ടിയിട്ട് അതിന്റെ ഓത്തും കേട്ടോണ്ട് നിന്നാ പോരാ. പുരുഷന്മാർ ശ്രദ്ധിക്കണം, എന്ത് വേണം? ഫാത്തിഹ ഓതണം. തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ കൂടി നമ്മളെ തറാവീഹിന് അനന്തരം മുതലടിക്കുന്ന പള്ളി അത് നോക്കിയിട്ട് അങ്ങോട്ട് ഓടുക, ഓടിയേക്കുക, അവിടെ പോയി ഇരിക്കുന്നത്. എന്തു ആയിക്കോട്ടെ, നീ എങ്ങോട്ട് ഓടിയാലും ശരി ഫാത്തിഹ ഓതിയേ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഫാത്തിഹ മൂപ്പര് വഹിച്ചോളൂ എന്നല്ല. പക്ഷെ മസല നമ്മൾ അവിടെയും പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഏത് മസലയാണ്? ഓടി വന്ന് കൈകെട്ടു, അപ്പോഴത്തേക്ക് ഇമാം എവിടെ എത്തി? റുക്കൂയിലെത്തി. ഇമാം റുക്കൂയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ, അല്ലെങ്കിൽ ഇമാം റുക്കൂയിലേക്ക് പോവാണ്, അപ്പോൾ ഇവൻ ഓടി വന്നിട്ട് അല്ലാഹു നിയ്യത്ത് വെച്ച് കൈകെട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇമാം റുക്കൂയിലേക്ക് പോയല്ലോ, അപ്പോൾ ഇവനെന്ത് വേണ്ട? ഫാത്തിഹ വേണ്ട. ഇവൻ വേഗം തന്നെ റുക്കൂയിലേക്ക് വന്നു. അല്ലാഹു അക്ബർ, സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി. ഒരു പ്രാവശ്യം അനക്കമടങ്ങി അങ്ങനെ ഇമാമിനോടൊപ്പം പറയാൻ സാധിച്ചാൽ, റുക്കൂയിൽ ഇമാമിനെ എത്തിച്ചാൽ അവനാ റക്അത്ത് കിട്ടി. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ഈ മസ്അല കൊണ്ട് അമൽ ചെയ്യാത്ത ഒരൊറ്റ കുട്ടിയില്ല. ഇതെല്ലാവരും അമൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ജീവിതത്തിൽ പകർത്തി അമൽ ചെയ്യുന്നത്, നിത്യമായി ചെയ്യുന്ന കുറേ പേരുണ്ട്. കരിക്കാൻ അതുപോലെ ഇങ്ങനെ ഹൗലിംഗരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, വെള്ളം എടുത്ത് അങ്ങോട്ട് കളിക്കുന്നു ഇങ്ങോട്ട് കളിക്കുന്നു പരിപാടി. എന്നിട്ട് അവസാനം ഇമാം റുക്കൂയിലേക്ക് പോകണം, അപ്പോൾ ഓടിക്കൊണ്ട് വന്നിട്ട് കൈ കെട്ടിയിട്ട് പെട്ടെന്ന് റുക്കൂയിലേക്ക് പോയിട്ട്, ഇല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് എന്താക്കും? ഒരു ഉഡായിപ്പ് പരിപാടിയാണ്, നമ്മുടെ കൂലി നഷ്ടപ്പെടുത്താൻ. തക്ബീറത്തുൽ ഇഹ്റാമിന് ഇമാമിനോടൊപ്പമുള്ള തക്ബീർ ആദ്യത്തെ തക്ബീറാണ്, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. അത് ഇമാമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൈകെട്ടുന്നവന് കിട്ടുന്ന ശ്രേഷ്ഠത ആരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിലെഴഞ്ഞെങ്കിലും അത് കരഗതമാക്കാൻ നേരത്തെ അവന് പള്ളിയിലെത്തിയേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല. ഇമാമിനോടൊപ്പം ആദ്യ തക്ബീർ. നമ്മൾ സിഗരറ്റൊക്കെ വലിച്ച് പന്നാട് പള്ളിയുടെ വാതിക്കൽ ഇരുന്ന് ഊതിക്കൊണ്ടിരിക്കുക, വേഗം പള്ളിയിൽ കയറൂല. ചിലർ പള്ളിയുടെ വാതിക്കൽ വന്ന് നിപ്പുണ്ട്, ബാങ്ക് വിളിക്കുമ്പോഴും അവിടെ തന്നെ ഉണ്ട്.
ഇക്കാമത്ത് കൊടുക്കുമ്പോഴും അവന് മൂത്രമൊഴിക്കാൻ ഹൈവാൻ കയറിയതാ. പിന്നെ ഇക്കാമത്ത് കൊടുത്ത് കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് പറഞ്ഞാലേ ഉള്ളൂ ഇറങ്ങി വരുള്ളൂ. അങ്ങനത്തെ ചില ആളുകൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിനൊന്നും വേണ്ട, വേഗം പള്ളിക്കകത്ത് കയറി 2 റക്അത്ത് നിസ്കരിക്കും. ഒരല്പം സമയം ഉണ്ടാവും. ബാങ്കിനും ഇക്കാമത്തിനും ഇടയിൽ നീ നിസ്കാരത്തെ പ്രതീക്ഷിക്കുമ്പോൾ നീ നിസ്കാരത്തിലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്നാൽ തന്നെ നിസ്കാരത്തിൽ ഇരിക്കുന്ന കൂലി ചെറിയ കാര്യമല്ല. വേറെ വർത്താനൊന്നും വേണ്ട, ദിക്റിലായി കഴിഞ്ഞുകൂടി, ദുആയിലായി കഴിഞ്ഞുകൂടി. ഖുർആൻ ഓതാൻ അറിയുമെങ്കിൽ ഓതിൻ, നോക്കിയിരിക്കിൻ, കൂലി കിട്ടും. സയ്യിദുനാ റസൂലുള്ളാഹി. ബാങ്ക് വിളിച്ചു നിസ്കരിക്കാൻ വേണ്ടി ഇമാമിനോടൊപ്പം ആദ്യ വക്കത്തിൽ നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഫാത്തിഹ സൂറത്ത് നീ എവിടെ നിസ്കരിച്ചാലും ഇമാമും ജമാഅത്തുമാകട്ടെ ഒറ്റയ്ക്ക് മുൻഫരിദായി നമസ്കരിക്കട്ടെ. വീടിന്റെ അകത്തലെങ്കിൽ നമസ്കരിക്കുന്ന സഹോദരിമാരടക്കം ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായമാണ്, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരമില്ല, നമസ്കാരം സ്വീകരിക്കപ്പെടൂല. ഫാത്തിഹ ഓതിയിട്ടില്ല, ഫായിദയില്ല. സുന്നത്തല്ല, മറ്റേ സൂറത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, സൂറത്ത് സുന്നത്താണ്. ഏതിന്റെ കാര്യം പറഞ്ഞത്? ഫാത്തിഹ സൂറത്ത്. ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബല്ല. ഹനഫികൾക്ക് പ്രശ്നമല്ല, ഷാഫി മദ്ഹബിലാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമാണ്. എന്തുകൊണ്ട്? ഹദീസുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മല്ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത്ത ലാ. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന് നമസ്കാരമില്ല സ്വഹാബ, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ഹദീസാണ് ഷാഫി ഇമാമും അദ്ദേഹത്തിന്റെ അസ്ഹാബും അനുയായികളും തെരഞ്ഞെടുത്തിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഫാത്തിഹ സൂറത്ത് ഓതാതെ നമസ്കാരം പോകരുതേ. എല്ലാ റക്അത്തുകളിലും ഓതണം. 4 റക്അത്താണ് ഇശാഇക്ക്, അതിൽ ഓതണം. 20 റക്അത്താണ് തറാവീഹെങ്കിൽ ആ 20 റക്അത്തുകളിലും നീ ഓതണം. ഓരോ റക്അത്തിലും ഓതണം. ഇമാമും ഓതണം, മഅ്മൂമും ഓതണം. അതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും ഫാത്തിഹ സൂറത്ത് ഓതണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ? 5 വഖത്ത് നമസ്കാരം, ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളൊക്കെ അവിടെ നിൽക്കട്ടെ. 5 വഖത്ത് നമസ്കാരം, ഫർളാക്കപ്പെട്ട നമസ്കാരം. ആ ഫർളാക്കപ്പെട്ട നമസ്കാരം 5 വഖത്താണ്. എത്ര റക്അത്താണ്? സുബഹി 2, ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ 4, 17 റക്അത്താണ്. ഈ 17 റക്അത്തുകളിലും നിർബന്ധമായി നീ ഓതേണ്ട സൂക്തമാണല്ലോ ഫാത്തിഹ. നീ ഷാഫി മദ്ഹബുകാരനാണ്, അപ്പോൾ നീ 17 പ്രാവശ്യം ഡെയിലി ചോദിക്കൽ നിർബന്ധമായ ഒരു ദുആ നിനക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ഹിദായത്താണ്. നീ ഡെയിലി ചോദിക്കൽ, നീ അറിയാതെ ഇതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യവും അത് തന്നെയാണ്. എല്ലാ ദിവസവും നീ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇത് തന്നെയാണ് രാവിലെ ഖുനൂത്തിൽ ആദ്യം ചോദിക്കുന്നത്. اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت وبارك لي فيما أعطيت وقني شر ما قضيت. اللهم اهدنا فيمن هديت. അല്ലാഹുവേ, നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടി സന്മാർഗത്തിൽ ചേർക്കണേ അല്ലാഹ്. ഇതാണ് എല്ലാ ദിവസവും ചോദിക്കാൻ. ഷാഫി മദ്ഹബരല്ലേ നമ്മളാണ് ചോദിക്കുന്നത്. നമുക്കാണ് ഈ കുനൂത്തുള്ളത്. എല്ലാ ദിവസവും രാവിലെ ചോദിക്കുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, അത് വേറെ വിഷയം. പക്ഷെ നമ്മളോട് ചോദിക്കാൻ, നിർബന്ധമായി ചോദിക്കാൻ, ഒരു ദിവസം 17 പ്രാവശ്യം അല്ലാഹു തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു ചോദ്യം, ഇഹ്ദിന ഇഹ്ദിന, ഞങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കണേ നാഥ എന്ന ഈ ചോദ്യമാണ്. ഹിദായത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്ന പൊരുൾ മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹിദായത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 പ്രവാചകരെ അയച്ചത്. അതിൽ മുത്തുനബിയെ നിയോഗിച്ചത്, ആ മുത്തുനബിയുടെ കയ്യിലേക്ക് ഖുർആൻ നൽകിയത്, ആ മുത്തുനബി മുഖേന ഹിദായത്ത്. അങ്ങനെ ഹിദായത്ത് കിട്ടിയവരുണ്ടോ? മുത്തുനബി മുഖേന ഹിദായത്ത് കിട്ടിയവർ ചെറിയ പദവിയൊന്നുമല്ല, സ്വഹാബത്ത് ഉന്നതമായ പദവിയാണ്. ഒരു സ്വഹാബി ഞാൻ പറഞ്ഞുതരാം. കേട്ടോ ചരിത്രം, കേട്ടോ ചരിത്രം പറയട്ടെ, കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. ഫഖാല, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഇന്നി ഉരീദു അൻ അസ്ലമ. മുഹമ്മദേ മുഹമ്മദേ,
ഞാൻ മുസ്ലിമാകാൻ ലക്ഷ്യം വെക്കുന്നു, ഞാൻ മുഅ്മിനാകാൻ ലക്ഷ്യം വെക്കുന്നു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് സംഭവം. സ്വഹാബത്തുണ്ട്. സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് സംഭവം. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആവണം. ഉടനെ എന്ത് ചെയ്തു നബി തങ്ങൾ? കുറച്ചും കൂടെ പോയി പഠിച്ചിട്ട് വാ, കുറച്ചും കൂടെ പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്തു. അങ്ങനെ വേണമെന്നാണ് മസല. ഒരു മസല ഞാൻ പറയാം. അതിനിടയിൽ ഷാഫി മദ്ഹബ് പ്രകാരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. മസലയൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാം? കുറച്ച് ബോധം വരും, കുറച്ച് ഉൾക്കാഴ്ച വരും. അതിനാണ് ഈ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ശ്രദ്ധിക്കണേ, ഷാഫി മദ്ഹബില് മൂത്രം ഒഴിച്ചതിന് ശേഷം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്തിബ്റാ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതെന്താ? ഇസ്തിബ്റാ എന്ന് പറഞ്ഞാൽ അവന്റെ മൂത്രസഞ്ചിയിൽ നിന്ന് അവന്റെ ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന, മൂത്രത്തിൽ നിന്ന് വരുന്നതാകുന്ന നരമ്പുണ്ട്. ആ മൂത്രം കടന്നു വരുന്ന നരമ്പ്, അതിലെവിടെയെങ്കിലും മൂത്രം അല്പമെങ്കിലും കെട്ടിക്കിടപ്പുണ്ട് എങ്കിൽ അത് പരിപൂർണമായി പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് ഇസ്തിബ്റാ. വലിയ ശക്തിമത്തായ സുന്നത്തായ കാര്യമാണ്. അതിനെന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അഗ്രഭാഗത്ത് വെച്ചൊന്ന് ചലിപ്പിക്കണം, ഇടത് കൈ കൊണ്ട് മൂത്രമൊഴിച്ചതിന് ശേഷം. ഇതൊക്കെ മസലകളാണ്, പഠിക്കേണ്ട വിഷയങ്ങളാണ്. പഠിക്കാത്തത് കൊണ്ട് വലിയ അദാബുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പല ആളുകൾ ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വസ്ത്രത്തിൽ എവിടെയും പറ്റാത്ത രീതിയിൽ ജനനേന്ദ്രിയത്തിൽ പിടിച്ചുകൊണ്ട് പതുക്കെ എഴുന്നേറ്റ് ഒന്നോ രണ്ടോ അടി ഇങ്ങനെ നടക്കണം. നടന്ന് നമ്മൾ ടൗണിൽ കൂടെ ഇറങ്ങി മണ്ണഞ്ചേരി അങ്ങാടി കൂടെ പോകാനല്ല, അവിടെ തന്നെ കുറച്ചും കൂടെ നടക്കണം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ചിലർ നടന്നിട്ട് ഇങ്ങനെ മൂത്രപ്പരയും വിട്ടിട്ട് റോഡിൽ കൂടെ പോകുന്നതാണ്. അതൊന്നും വേണ്ട, അവിടെ തന്നെ അങ്ങ് നടന്നാൽ മതി. മനസ്സിലായില്ലേ? അത് വേണ്ട. ചിലർ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ തന്നെയാണ്. പള്ളിയുടെ വാതിക്കൽ തന്നെ മുണ്ട് കൊടുത്തിട്ട് എവിടെ പോ, പള്ളിയിൽ മൂത്രം ഒഴിക്കാൻ പോവുക. ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മാടിയിട്ട് മുട്ടിന് മുകളിലോട്ട് കയറ്റി ഔറത്ത് വെളിവാക്കുക. പാടില്ല. നിന്റെ ഔറത്താ. പുരുഷന്മാരുടെ ഔറത്തെന്ന് പറയുന്നത് എന്താ? ഒമാ ഔറത്തു റജുലി, പുരുഷന്റെ ഔറത്തെന്ന് പറയുന്നത് എന്താ? മുട്ടുപുക്കലിന്റെ ഇടയിലുള്ള ഭാഗം മറക്കണമെന്നാണ്. സ്ത്രീയുടെ ശരീരമാണ് പൂർണ്ണത. മുട്ടുപുക്കളിന്റെ ഇടയിലുള്ളതാ. മുട്ടുപുക്കളിന്റെ ഇടയിൽപ്പെട്ടതാണ് തൊടഭാഗം. ഔറത്താണത്, വെളിവാക്കാൻ പാടില്ല. ചിലരിങ്ങനെ മുണ്ട് മടക്കി കുത്തിയിട്ട് മോമിനാണോ? ലജ്ജ വേണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനെ മടക്കി കുത്തി മുകളിലോട്ട് കൊണ്ടുവരാൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതൊക്കെ വേറൊരു വിഷയമാണ്. വസ്ത്രധാരണം നമുക്കൊരുക്കെ സമ്മതിക്കാം, വലിയ വിഷയമാണ്, പറയേണ്ടതാണ്. പുരുഷന്റെ വസ്ത്രവിധാനം എങ്ങനെ, സ്ത്രീയുടേത് എങ്ങനെ, ഒരുപാട് പറയേണ്ടതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ അല്പം നടക്കണം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഒന്ന് തൊണ്ടയനക്കണം. ഇങ്ങനെ തൊണ്ടയനക്കണം. വലിയ ഒച്ചയിട്ടൊന്നും വേണ്ട, ചെറിയൊരു ശബ്ദത്തിൽ തൊണ്ടയന. അപ്പൊ ഈ തൊണ്ടയനക്കലിലൂടെ, ഈ നടക്കലിലൂടെ ഒക്കെ എന്താകും? ആ കെട്ടിക്കിടക്കുന്ന മൂത്രം കണ്ട് പുറത്തു പോകും. അത് ചെയ്യണമെന്നാണ് ശക്തിമത്തായ സുന്നത്താണ്. ആ ദിവസം ചെയ്തില്ല ഒന്നുമില്ല. ഖബറിൽ ചെല്ലുമ്പോൾ കാലെ പിടിച്ചലക്കും, അത്രേ ഉള്ളൂ. അള്ളാഹു ആക്കട്ടെ. ചെയ്തില്ലെങ്കിൽ അത്രേ ഉള്ളൂ വിഷയം. അത് ഹദീസുണ്ട്, ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ്. അതാ പറഞ്ഞത്, അങ്ങോട്ടൊക്കെ പോയി ഒരുപാട് പറയേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ ഇതാ ഒരിക്കൽ മദീന പള്ളിയുടെ ഖബർസ്ഥാനിൽ രണ്ടുപേരെ ശിക്ഷിക്കുന്നതായി കാണുകയാണ്. ഖബറിൽ ശിക്ഷ നൽകപ്പെടുന്നത് കാണുകയാ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നഹുമാ ലയുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ. ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകളും ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. സ്വഹാബ അമ്മാ അഹദുഹുമാ ഫലാ യസ്തതിറു മിനൽ ബൗൽ. അതിലൊന്നാമത്തെ ആളെ ശിക്ഷിക്കാനുള്ള കാരണം, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് പരിപൂർണമായി ശുദ്ധീകരിക്കാത്ത വ്യക്തിയാണ്, ചാടി എഴുന്നേറ്റ് പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലൂടെ ശരീരമാസകലം മലിനമാകുകയാ, നജസ് പറ്റുകയാണ്. പിന്നീട് അദ്ദേഹം നിസ്കരിച്ചു, ഫായിദയില്ല. അദ്ദേഹത്തെ ഖബറിൽ ശിക്ഷിക്കും സയ്യിദുനാ റസൂലുള്ളാഹി. ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖബറിൽ കാണിച്ചുകൊണ്ട് നബി തങ്ങൾ പറയാണ്. വളരെ ശ്രദ്ധിക്കണം. ഇന്ന് കമ്മിറ്റി ഭാരവാഹികൾ അവരോടൊക്കെ ഒരു ഉപദേശം കൊടുക്കാനുണ്ട്. എന്താണത്? എല്ലാ മഹല്ലിലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിന്ന് മൂത്രമൊഴിക്കുന്നവർക്ക് പ്രത്യേകം സജ്ജീകരിക്കാൻ, അവർക്ക് വേണ്ടി പ്രത്യേകം നിന്നൊഴിച്ചോട്ട് പോയിക്കോ, പമ്പ് ചെയ്ത് റാഹത്തായിട്ട് പോയിക്കോ. ഒരിക്കലും പാടില്ല. നമ്മളതെന്താണ്? കാലിനൊപ്പിച്ച്, ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക, അങ്ങനത്തെ സമ്പ്രദായമാണത്. കാരണം ഇസ്ലാമിന്റെ ആദർശം നമ്മൾ വളച്ചൊടിക്കുക.
ഇരുന്ന് മൂത്രമൊഴിക്കാത്തതിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെ രോഗങ്ങൾ വരുന്നുണ്ട്, മാരകമായ രോഗം. ഇന്ന് ഡോക്ടർമാരടക്കം അവർ പറയുകയാണ് ഇടതുവശം തിരിഞ്ഞിരിക്കും, ഉള്ള പഴയ ക്ലോസറ്റ് തന്നെ തിരഞ്ഞെടുക്കും. യൂറോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കെട്ടിക്കിടക്കും, വിഷയങ്ങൾ ഒരുപാടുണ്ടാവും. പിന്നീട് മലം സംബന്ധമായ വിഷയം. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്ന അവനെ വയറിനെ ചുറ്റിപ്പറ്റി ഉദര സംബന്ധമായ അസുഖമാണ്. അവന് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാ സംഭവവും. ശരിക്കും ശോധന ഉണ്ടായാലും ഇതൊന്നും വിഷയമല്ല. അതിന് റസൂലുള്ളാഹി പഠിപ്പിച്ചു, നിങ്ങൾ തലമറയ്ക്കിൻ. ഇപ്പൊ ശാസ്ത്രം പറയുന്നു തലമറയ്ക്കാത്തത് കൊണ്ടാണ് പലരുടെയും തലമുടികൾ നരയ്ക്കുന്നത്. ചെറുപ്പക്കാരുടെയൊക്കെ തലമുടി നരയ്ക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലക്കൂട്ടി പറഞ്ഞു, തല മറച്ചിട്ട് നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തി. തല മറയ്ക്കണം പുരുഷന്മാരടക്കം. ഇത് തുണിയും തോരയൊന്നും ഇല്ല, റാഹത്തായിട്ട് പോരാ അകത്തോട്ട് കയറി പോവാ. എന്താ പരിപാടി? തലമറയ്ക്കൻ പ്രവാചകന്റെ ചര്യയാണ്. തലമുടി നരയ്ക്കും വേഗം. സുബ്ഹാനല്ലാഹ്. എന്താ ബന്ധം? ടോയ്ലറ്റിലിരിക്കുന്നവൻ തലമറയ്ക്കുന്നതുമായിട്ട് എന്താ യുക്തി? നബി തങ്ങൾ പഠിപ്പിച്ചു സുന്നത്താണ് മറയ്ക്കൻ. ഔറത്ത് നിങ്ങൾ വെളിവാക്കരുത്, ഇരിക്കുന്നതിനനുസൃതമായി അല്പാൽപ്പം ഉയർത്തിക്കൊണ്ടുവരും. ഇത് മൊത്തം ഒഴിച്ചിട്ടിട്ട് ഒന്നുമല്ല, അങ്ങനെ പാടില്ല. റസൂലുള്ളാഹിയുടെ ചര്യക്കെതിരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്കെതിരാണ്. അതാണ് നമ്മൾ സുന്നത്തെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. ആരെങ്കിലും അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് എന്നല്ല ദീനിൽ തെളിവ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് മുത്തുനബിയും അവിടുത്തെ അനുയായികളും അതാണ് ദീൻ. അവർ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അവർ അല്പാൽപമായി വെളിവാക്കി കൊണ്ടുവരും. ആവശ്യാനുസരണം എല്ലാം കൂടി അഴിച്ചിടുകയല്ല. അത് നബിയും സ്വഹാബത്തിൻ്റെയും ചര്യക്കെതിരാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇടതുഭാഗത്തിന് മേൽ ആസ്വദിച്ചിരിക്കുക. ആരാ ശ്രദ്ധിക്കുന്നത്? ഇതൊന്നും ആരും ഇപ്പം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല രീതി ബുദ്ധിമുട്ട്. ഒന്ന് പോയിട്ട് വരുമ്പോൾ വീണ്ടും പോകാനൊരു ത്വര. എന്തുകൊണ്ട്? ശരിയാകുന്നില്ല. അതുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഇസ്തിബ്റാ ചെയ്യണേ, ഇസ്തിബ്റാ ചെയ്യണേ, ഇസ്തിബ്റാ ചെയ്യണം. എന്തിനാ ഞാനിപ്പോ ഈ മസല പറഞ്ഞ എന്തിനാ? അങ്ങനെ ഇസ്തിബ്റാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. എന്താ ഇസ്തിബ്റാ എന്ന് പറഞ്ഞാൽ? മൂത്രസഞ്ചിയിൽ നിന്ന് അവന്റെ ജനനേന്ദ്രിയത്തിലുള്ളതാകുന്ന നരമ്പിൽ നിന്ന് എവിടെയെങ്കിലും മൂത്രമൊരൽപ്പം കെട്ടിക്കിടപ്പുണ്ട് എങ്കിൽ അത് പുറത്തെടുക്കാനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുക. ഒരാളിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മൂത്രം ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ഡേ എനിക്കൊന്ന് മുസ്ലിം ആവണം. എന്നാ സമയത്ത് പറഞ്ഞാല് നമ്മളെന്താ പറയാ, അവൻ ഇപ്പം തന്നെ മുസ്ലിമാണ്, ഇവിടെ കഴിയാൻ വേണ്ടി നിൽക്കുക, അപ്പോഴാണ് അവൻ വന്നിരിക്കുന്നത് എന്ന് നീ പറയരുതേ. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ആ സമയത്ത് തന്നെ അവന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണമെന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. അതൊരു മസലയാണ് ഞാനീ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ സമയത്ത് ഇത് കഴിഞ്ഞിട്ട് വാ എന്ന് പറയാൻ പാടില്ല. ഇത് കുറച്ച് ടൈം എടുക്കുന്ന 2 മിനിറ്റോ ഉള്ളൂ. പക്ഷെ അന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പാൻസിലാകും. പിന്നെ അതുമായിട്ട് നേരെ നിസ്കരിക്കാൻ നീ പള്ളിയിൽ വരികയാണ്. നിസ്കരിക്കുന്ന സ്ഥലം അശുദ്ധമായ നിസ്കാരത്തിന്റെ ഷർത്ത് പോയി. വസ്ത്രം ശുദ്ധിയാകണം, സ്ഥലം ശുദ്ധിയായിരിക്കണം. എത്ര ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ട്? മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇത്തായിട്ട് തോന്നിയില്ലേ? ഒരു തുള്ളി എത്തിയാൽ മതി, പിന്നെ ഫായിദയില്ല നിസ്കാരം കൊണ്ട്. എത്ര റാഹത്തായിട്ട് നീ ഒതു കൊടുത്താലും, എത്ര തലകുത്തി നീ കുളിച്ചാലും, മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ അല്പം വസ്ത്രത്തിലൊക്കെ വന്നിട്ടുണ്ടോ, ആ വസ്ത്രം ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്നുണ്ടോ, നിസ്കാരം ശരിയാവൂല. ശ്രദ്ധിച്ചോ? ചെറുപ്പക്കാർ ശ്രദ്ധിച്ചോ? പള്ളിയിൽ നമ്മൾ നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തുമ്പോൾ ഈ മക്കൾ ആ രീതിയിലാണ്. മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് പോരുകയാണ്, പെട്ടെന്ന് തന്നെ പോരുക. മാത്രമല്ല നിന്ന് മൂത്രമൊഴിക്കുന്നവരുടെ അപകട സാധ്യതകൾ, അവരുടെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ സൗകര്യം ചെയ്യല്ലേ. അപ്പോൾ എന്താ ഉസ്താദിനെ ഒരു പോംവഴി മറ്റൊന്നുമല്ല, നല്ല അടച്ചിട്ട ബാത്റൂം റാഹത്തായതിന് സൗകര്യം ചെയ്യുക.